നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 21 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16-ാം തീയതി സൂര്യൻ കന്നി രാശിയിലേക്കും 18-ാം തീയതി ശുക്രൻ തുലാം രാശിയിലേക്കും മാറുന്നു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 15-ാം തീയതി അതായത് ആഴ്ചയുടെ തുടക്ക ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം തന്നെയാണ്. എല്ലാവർക്കും തിരുവോണമാണ്. ഓണം ആസ്വദിക്കുന്നവർക്കൊക്കെ തന്നെയും അന്ന് നല്ല ദിവസം തന്നെയാണ്. പക്ഷേ മേടക്കൂറിന് പ്രത്യേകിച്ചും 10-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ വളരെ സന്തോഷകരമായ ദിവസമായിട്ട് കാണുന്നു. 15, 16, 17 അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളൊക്കെ തന്നെ വളരെ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ താമസിക്കുന്നുവോ അവിടെ ആഘോഷത്തിൻ്റേതായ ഒരു പകിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥലത്തു നിന്നുമൊക്കെ അവർക്ക് വളരെ വലിയ അനുമോദനങ്ങളും സമ്മാനങ്ങളും ലഭിക്കും. സന്തോഷത്തിൻ്റേതായ ദിവസങ്ങളാണ് അവർക്ക് ആഴ്ചയുടെ തുടക്കത്തിലെ 3 ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ കുറച്ച് ചിലവ് വർദ്ധിക്കുമെന്ന് കാണുന്നു. അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അല്പം ചിലവ് വർദ്ധിക്കുമെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളും മേടക്കൂറിനെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് പൊതുവെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ച് സാമ്പത്തികമായ നേട്ടം, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ വീട്ടിനുള്ളിലായാലും പുറത്തായാലും അനുഭവിക്കാൻ സാധ്യത, ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ സഫലീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നു. എന്താണോ അവർ ഇച്ഛിക്കുന്നത് അതുതന്നെ അവർ നേടുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ തള്ളി നീക്കാനും അവർക്ക് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം അവരുടെ കാരണവസ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ, അതായത് മൂല തറവാട്ടിൽ പോയി അവിടെയൊക്കെ എല്ലാവരെയും കാണുവാനും അവരുമൊത്ത് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്ന ഒരു അവസരം കാണുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ്. ഇടയ്ക്ക് അല്പം കുഴപ്പം ഉണ്ടാകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യത, എന്തെന്നില്ലാത്ത ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആഴ്ചയുടെ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ആഴ്ചയ്ക്ക് പകുതിക്ക് ശേഷമുള്ള ആ ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വെള്ളി, ശനിയൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും മനസ്സിന് സന്തോഷം, സാമ്പത്തിക ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊത്തുള്ള സഹവാസം, നല്ല സമ്മാനങ്ങൾ സ്വീകരിക്കൽ, സമ്മാനങ്ങൾ വാങ്ങി കൊടുക്കൽ, മറ്റുള്ളവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് നൽകൽ, ഇതെല്ലാം തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരമെന്ന് പറയാം. ഈ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ അലർജി അസുഖങ്ങളോ ഉദര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരാം. അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സഹോദരന്മാരുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ട്, പുരുഷനായാലും സ്ത്രീ ആയാലും സഹോദര സ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള, അഭിപ്രായ വ്യത്യാസമോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെയും പൊതുവെയുള്ള അവരുടെ ഗുണാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര ദോഷകരമെന്ന് കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 16, 17, 20, 21 ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് കാണുന്നു. ഇവർക്കും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട്, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവർക്കും ഇവരുടെ കുടുംബസംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലുമൊക്കെ നല്ല അനുഭവങ്ങൾ കാണുന്നു. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി ഗുണപരമായ അനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ യാത്ര വളരെ അനുകൂലമായി വരുന്നു. യാത്രയിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടമുണ്ടാകുന്നു. പിതാവിൻ്റെ വർഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ പിതൃസമാനരായ വ്യക്തികളോ പിതാവിൽ നിന്ന് തന്നെയോ ഇവർക്ക് ധനപരമായ ഗുണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹകരണമോ ലഭിക്കുന്നതാണ്. എന്നാൽ ഉപരിപഠന സംബന്ധമായി തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ ചില പ്രതികൂല അനുഭവങ്ങൾ വരുന്നതിൽ അല്പം മനോദുഃഖം ഉണ്ടാകുമെന്നും പറയേണ്ടിയിരിക്കുന്നു. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ആശ്രിതർ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ, അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഇവരെ മനസ്സിനെ വല്ലാതെ അലട്ടാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. എന്നാൽ ചൊവ്വ മുതൽ കാര്യങ്ങൾ മാറി വരുന്നു. പൊതുവെ അനുകൂലമായ മനസാന്നിധ്യം ഉണ്ടാകുന്നു. സന്തോഷകരമായ അവസ്ഥയുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണോ ആ മേഖലയിൽ നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, കഴിഞ്ഞ കുറേ കാലമായി ഇവർ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ചില പുതിയ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. അതിൽ സഹകരിക്കാൻ വളരെ സാമ്പത്തിക ബലമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പിടിപാടുള്ളവരോ സ്വാധീനമുള്ള വ്യക്തികളോ അതിൽ പങ്കുകൊള്ളുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് തടയപ്പെട്ടിരുന്ന അവരുടെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇനി ഇത് വ്യക്തിപരമായ ഒരു തൊഴിലിനോട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ തൊഴിലിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറുകയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് പ്രത്യാശ നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ഈ ഓണ അവധിയൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ഓണക്കാലത്തിൻ്റെ അവസ്ഥ കഴിയുമ്പോൾ സ്വാഭാവികമായും പുതിയ ഒരു പ്രോജക്റ്റിലേക്കോ ഒരു ജോലിയിലേക്കോ പ്രവേശിക്കാൻ സാധിക്കും. അത് പുതിയ സാമ്പത്തിക പ്രതീക്ഷ ഇവർക്ക് നൽകുന്നു. അതുകൊണ്ട് പൊതുവെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തന സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രയാസങ്ങളും ഒക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസങ്ങൾ പിതാവിൽ നിന്നോ മറ്റോ സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെങ്കിലും പിതാവിൻ്റെ ശാരീരികമായ അവശതയിൽ അല്പം മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ തുടക്ക ദിവസങ്ങളിൽ തടയപ്പെട്ടേക്കാം. എന്നാൽ അതിനുശേഷം പ്രത്യേകിച്ചും ബുധനാഴ്ച തൊട്ട് അതെല്ലാം അനുകൂലമായി വരും. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇടവക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കാൽമുട്ടിൻ്റെ ഭാഗം, ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ മുറിവോ അപകട സാധ്യതകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥ ഉള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ചും വാദസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും സ്പീഡിൽ വാഹനം ഓടിക്കരുതെന്നും പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ 2ാം പകുതിയാണ് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. എന്നുവച്ചാൽ ഓണം പോലുള്ള ഒരു മഹോത്സവ ദിവസത്തിൽ ഇവർക്ക് എന്തായിരിക്കും വിഷമം എന്ന് പറയാം, എന്നൊരു ചോദ്യമുണ്ടാകാം. പക്ഷേ എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഉത്സവത്തിൻ്റെ ബാഹ്യമായ മോടികളിൽ വിഷമമൊന്നും ഇല്ലാതെ നമ്മൾ അഭിനയിക്കുന്നതാകാം. എന്നാലും ഉള്ളിലൊരു ദുഃഖമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കുക തന്നെ ചെയ്യും. എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരു വേളയായതിനാൽ ചിലപ്പോൾ താൽക്കാലികമായ ആ ദുഃഖം മറക്കാം എന്നുള്ളതേ ഉള്ളൂ. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ഗ്രഹനിലയുടെ അവസ്ഥ വച്ചിട്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ശാരീരികമായും ശ്രദ്ധിക്കണം. അപ്പോൾ കഫപ്രകൃതിയുള്ളവർക്ക് അസുഖമുണ്ടാകാനുള്ള സാധ്യത, ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമുള്ളവർക്ക്, അതായത് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസ്കിതകൾ ഉള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവർക്ക് അലർജി അസുഖമോ ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ആഴ്ചയുടെ ഈ തുടക്കത്തിലെ 2-3 ദിവസങ്ങൾ തന്നെ വളരെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ആകസ്മികമായി ചില സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടായേക്കാം. അത് സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രതീക്ഷകൾക്ക് വലിയ ഒരു കനമാണ് കൊടുക്കുന്നത്. തങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായി അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. എന്നാൽ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളിൽ നിന്നുള്ള ചില ഭിന്ന അഭിപ്രായങ്ങളോ കൊണ്ട് മനസ്സിന് വിഷമമുണ്ടാകാം എന്നുള്ള കാര്യവും മറക്കാതെ ഇരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തന രംഗം, തൊഴിൽ രംഗം അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖല, ആ മേഖലയിൽ അവർക്ക് വളരെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു മുന്നോട്ട് പോകലിന് തക്കവണ്ണമുള്ള ചില പ്രതികരണങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ പുഷ്ടിപ്പെടുന്നതായി അവർക്ക് തോന്നുന്നു. അത് സാമ്പത്തികമായി ഭാവിയിലുള്ള ഒരു കയറ്റത്തിന് അവർക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെങ്കിലും ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും മനോവിഷമത്തിൻ്റെ കാര്യത്തിലും അല്പം കുഴപ്പമുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ അപ്രതീക്ഷിതമായി മിഥുനക്കൂറുകാർക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ, നല്ല ദിവസങ്ങൾ എന്നത് 18, 19, 20, 21 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വ്യാഴം തുടക്ക ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും തിരുവോണത്തിൻ്റെ ദിവസമൊക്കെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ഇവർക്ക് ലഭിക്കുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുകയും അവർ വിചാരിച്ച കാര്യങ്ങൾ
ഒരു പരിധിവരെയെങ്കിലും അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം. സാമ്പത്തികമായിട്ടാണ് കൂടുതലും അവർക്കിപ്പോൾ ആശ്വാസം വരുന്നത്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സാമ്പത്തികം മുടക്കുന്നത്, ആ മുടക്കുന്ന കാര്യം അവരിലേക്ക് അനായാസേന എത്തുന്നു ഈ ദിവസത്തിൽ എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന ഏറ്റവും വലിയ കാര്യം. പണം എന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. ആ ലക്ഷ്യം ഇവരുടെ മുമ്പിൽ എത്തുന്നു ഈ ദിവസം. അതുകൊണ്ട് തന്നെ അത് ഗുണകരമായി തന്നെ കാണാം, ആശ്വാസകരമായി തന്നെ കാണാം ഈ കൂറുകാർക്ക്. എന്നാൽ ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസം തൊട്ട്, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ശാരീരികമായി ചില അവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും കാരണത്താൽ ചില ചെറിയ മനോവിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് വെറും താൽക്കാലികമാണ്. ശേഷമുള്ള ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ ബന്ധുക്കൾ, മറ്റ് ആശ്രിത ജനങ്ങൾ, അതെല്ലാം തന്നെ അവരെ സമീപിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. അവരുടെ ഭാവി കാര്യങ്ങൾ വളരെ നന്നായി ആസൂത്രണം ചെയ്യാൻ തക്കവണ്ണം ഇവരൊക്കെ ചർച്ച ചെയ്യുകയോ അതിൽ അവർ പങ്കുകൊള്ളുകയോ സഹായിക്കുകയോ ചെയ്യുമെന്ന വാഗ്ദാനം ലഭിക്കുന്നു. അങ്ങനെ പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജോലി നേടുന്ന കാര്യത്തിലായാലും ശരി, അവിടെയൊക്കെ ചില പ്രത്യേക തീരുമാനങ്ങൾ ഇവർക്കുണ്ടാകുന്നു. താമസിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഇവർ മാറിയേക്കാം. അതുപോലെ തന്നെ മറ്റു ചില, അല്ലെങ്കിൽ ആ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും വൈഷമ്യങ്ങളോ കാലവിളംബരങ്ങളോ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആ കാലവിളംബത്തിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറേഞ്ച്ഡ് ആക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതാണ് ആഴ്ചയുടെ പകുതിക്ക് ശേഷവും. തുടക്ക ദിവസവും നല്ലതു തന്നെയാണ്. ഇടയ്ക്കുള്ള 1-2 ദിവസങ്ങളാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും അകാരണമായ ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15-ാം തീയതി നല്ലതാണ്. ശേഷം 20-ഉം 21-ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഇതിൽ 18-ഉം 19-ഉമാണ് വളരെ ആകസ്മികമായ ചില ആഹ്ലാദാനുഭവങ്ങൾ ഇവർക്ക് കൈവരുന്ന ദിവസങ്ങൾ. അത് പ്രത്യേകമായിട്ട് ആലോചിക്കുക. പിതാവിനോ പിതൃസംബന്ധമായ മറ്റു ബന്ധുക്കൾക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ഇനി അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഏകദേശം 3 ദിവസത്തോളം, അതായത് ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത് രണ്ടാം പകുതിയേക്കാൾ. പെട്ടെന്ന് തന്നെ തങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമൊത്ത് ചില വിഷമങ്ങൾ ഈ ആഴ്ചയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പങ്കുവച്ചിരുന്നെങ്കിൽ അതിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ടാകുന്നു. വലിയ ഒരാശ്വാസമൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ വിജയം കൈവരുന്നതാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ താൽക്കാലികമായിട്ടുള്ള ചില ആശ്വാസങ്ങൾ കൈവരുന്നതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും ഇവർക്ക് തൽക്കാലത്തേക്കെങ്കിലും മനസ്സിന് സമാധാനം ലഭിക്കുന്ന തരത്തിൽ ചില അവസരങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്കൊരു മോചനമുണ്ടാകുന്നു. അല്ലെങ്കിൽ കടം ഇവർക്ക് ഇപ്പോൾ ആശ്വാസം പോലെ പണമായി ഇവരുടെ മുമ്പിലെത്തുന്നു. ചിലപ്പോൾ കടം ചോദിച്ചാൽ പോലും കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്ന വ്യക്തികളാകാം ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് കുറച്ച് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗുണകരമാണ്. എന്നാൽ ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ശാരീരികമായ ചില അവശതകളും പ്രശ്നങ്ങളും ഇവരിലേക്ക് കൊണ്ടുവരും എന്ന് കാണുന്നു. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചില പ്ലാനിങ്ങുകളൊക്കെ അല്പം ആസൂത്രണമില്ലായ്മയുടെ പ്രശ്നം കൊണ്ടാകാം ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയോ ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അങ്ങേയറ്റം മനസ്സിന് ജാഗ്രത കൊടുത്തുകൊണ്ട് തന്നെ തങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നാണ് ഈ നക്ഷത്രക്കാരോട്, ഈ കൂറുകാരോട് പറയാനുള്ളത്. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു താളം തെറ്റൽ ചിലപ്പോൾ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം ഇവരെ ബാധിച്ചേക്കാം. ശാരീരികമായ അവശതയും പ്രവർത്തനങ്ങളിൽ തടസ്സവും കാണുന്നുണ്ട്. എന്നാൽ അവസാന ദിവസത്തിൽ ഭാഗ്യം പോലെ തന്നെ ഇവർക്ക് പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക നേട്ടവും കാര്യങ്ങൾ വീണ്ടും സമനില കൈവരിച്ചുകൊണ്ട് ഇവരിലേക്ക് വിജയം എത്തിക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവേ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങളും അവസാനത്തെ ദിവസവും ഇവർക്ക് ഗുണകരമാണ്. ഇടയ്ക്കുള്ള ഒരു 2-3 ദിവസം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അകാരണമായ മാനസിക വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 16, 17 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അവസാനത്തെ ഒരു 2-3 ദിവസങ്ങൾ ഇവരുടെ
പിതാവിനോ അല്ലെങ്കിൽ പിതൃ സംബന്ധരായ മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ രോഗാവശതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലെ യാത്രകൾ മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരാം. വയറ്, അതായത് ഉദരം, നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, അരക്കെട്ട്, ഇവിടെയൊക്കെ നീർക്കെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇപ്പോഴും ഇവർക്ക് ചില വിജയങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ഈശ്വരാധീനവും ഇവർക്ക് കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചില ചെറിയ ഭാഗ്യക്കേട് ആദ്യ തുടക്ക ദിവസം ഉണ്ടാകുമെങ്കിലും അതിനുശേഷം ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടത്താൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ബലവും ശാരീരികവും മാനസികവുമായ ഉന്മേഷവുമൊക്കെ ഇവർക്കുണ്ടാകുന്നു. തങ്ങളോട് ഏതെങ്കിലും തരത്തിൽ, ഈ നക്ഷത്രക്കാരോട് ഏതെങ്കിലും വിധത്തിൽ കലഹമോ അഭിപ്രായ വ്യത്യാസമോ മൂലം അകന്നു നിന്നിരുന്ന വ്യക്തികൾ പോലും ഈ ഒരു ഘട്ടത്തിൽ ഇവരോട് ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഐക്യബോധം ഉണ്ടാവുകയും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കത്തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇവർക്കൊരു മുക്തി ഉണ്ടാകും. പൊതുവെ രോഗാവസ്ഥകൾക്കൊരു മാറ്റം കാണുന്നുണ്ട് കന്നിക്കൂറിന്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് കുറച്ചുകൂടി ഉന്മേഷവും ഊർജ്ജസ്വലതയുമൊക്കെ ഇവർക്ക് തോന്നും. ആരോഗ്യം വീണ്ടെടുത്തതായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യമുണ്ടാകും. അത് സാമ്പത്തികമായ ഭദ്രതയാണ് ഉറപ്പുവരുത്തുന്നത്. മാത്രമല്ല, കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായി മോചനമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കടം ചോദിച്ചിരുന്നെങ്കിൽ അത് സ്ഥാപനത്തിലാവാം, വ്യക്തികളോടാവാം, അത് ഇവർക്ക് മുമ്പത്തേതിനേക്കാൾ അനായാസേന ഇവർക്ക് കിട്ടാൻ സാധ്യമാവുകയും ചെയ്യും. പുതിയ ചില പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യും. വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ഒരു വരവ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് പ്രത്യാശ നൽകും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ മനസാന്നിധ്യമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് നന്നായി ഇടപഴകാൻ സാധിക്കും. ചില പുതിയ പ്രോജക്റ്റുകളുടെ കാര്യം പറഞ്ഞു. അതൊരു പക്ഷേ വിദേശവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില ഉപരിപഠനങ്ങളാവാം, ജോലിയുടെ കൂടുതൽ ഉറപ്പിന് വേണ്ടി. അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർക്ക് സാധ്യമാകുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പൊതുവെ ഗുണകരം തന്നെയാണ് കന്നിക്കൂറിന്. ഇവർക്ക് ദോഷം എന്ന് പറയാവുന്നത് സന്താനങ്ങൾക്ക് ചെറിയ ചില ശാരീരിക അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഈ ഉദരം, പ്രത്യേകിച്ച് ഹൃദയം, ഡയഫ്രം ഈ ഭാഗത്തും തൊണ്ട പോലുള്ള ഭാഗത്തുമൊക്കെ ചെറിയ ശാരീരിക അവശത ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ വൈറൽ ഡിസീസിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഉണ്ടാകാവുന്ന ചില ക്ഷീണാവസ്ഥയുമൊക്കെ ഇതിന് കാരണമാകാം. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഞാൻ ഈ പറഞ്ഞ ശാരീരികമായ അവശത കൊണ്ട് ഒരല്പം വ്യസനമോ മാനസിക വിഷമമോ ശാരീരിക വിഷമമോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങൾ അല്പം വിഷമം കാണുന്നുണ്ട് ആഴ്ചയുടെ. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓണം പോലുള്ള ഒരു വലിയ ഉത്സവ ദിവസത്തിൽ ഒരു പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഇവർ നിൽക്കുമെങ്കിലും, സന്തോഷകരമായി നിൽക്കുമെങ്കിലുമൊക്കെ മാനസികമായി ചെറിയ ചില വിഷമങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക വൈഷമ്യങ്ങൾ, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധങ്ങളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളോ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കുള്ള അവശതയോ ഒക്കെ ആകാം ഒരുപക്ഷെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത്. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന ചില പ്രോജക്റ്റുകൾ വീണ്ടും വീണ്ടും ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനെ നീളുന്നത് കൊണ്ടുള്ള മനോവിഷമവും ആകാം. എന്നാൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റായി മാറുന്ന ഒരവസ്ഥ, വളരെ അപ്രതീക്ഷിതമായി തന്നെ വിജയത്തിലെത്തുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച, ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ ഓപ്പോസിറ്റായി നാണയം മറിച്ചു വെച്ചതുപോലെ മാറുന്നു, ഭാഗ്യാവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണാം. സാമ്പത്തികമായ നേട്ടം, അതുവരെ തങ്ങൾക്ക് കിട്ടും എന്ന് ഒട്ടുമേ പ്രതീക്ഷ ഇല്ലായിരുന്ന ആളുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സാമ്പത്തികമായ സഹായം, അതുപോലെ തന്നെ തങ്ങൾ കടം വാങ്ങിച്ചിരുന്നവരുടെ ശല്യപ്പെടുത്തൽ അവസാനിപ്പിക്കാൻ തക്കവണ്ണം നല്ല മറുപടി കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന അവസ്ഥ,
കടബാധ്യതയിൽ നിന്ന് മോചനം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ രോഗാവസ്ഥകളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മോചനം, അതായത് ശാരീരികമായ വൈഷമ്യം, മാനസികമായ വിഷമങ്ങൾ ഇതെല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കുകൊള്ളാതെ സ്വയം ഒരു പരാജയം പോലെ നിന്നിരുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്നു. തങ്ങളുടെ മനസ്സിന് ബലം വർദ്ധിക്കുന്നു, ശാരീരികമായ ഉന്മേഷം വർദ്ധിക്കുന്നു, പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവോടുകൂടി ഇടപഴകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക പരിതസ്ഥിതിയും വർദ്ധിക്കുന്നു. അങ്ങനെ പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം. അപ്പോൾ ആദ്യ പകുതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയല്ല ആദ്യ പകുതിക്ക് ശേഷം തുലാക്കൂറിന് ഉണ്ടാകുന്നതെന്ന് പ്രത്യേകമായിട്ട് ആലോചിക്കുക. പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണോ തടസ്സപ്പെട്ടിരുന്നത്, എന്താണോ മനസ്സിന് വിഷമം സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, രോഗാവസ്ഥകളിൽ നിന്ന് മാറ്റം, യാത്ര കൊണ്ട് ഗുണവും എല്ലാം കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 18, 19, 20, 21 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. തുടക്ക ദിവസം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഒരു ഉല്ലാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ദിവസമായിട്ടാണ് ഇവർക്ക് തുടക്ക ദിവസമായ ഞായറാഴ്ച. സാമ്പത്തികമായ നേട്ടം, എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ സഹകരണ സാന്നിധ്യത്തോടുകൂടി ഇടപഴകുന്നൊരവസ്ഥ, ബന്ധുമിത്രാദികളുമൊത്ത് വളരെ ഉല്ലാസത്തോടുകൂടി, സുഹൃത്തുക്കളോടുമൊത്തൊക്കെ വളരെ ഉല്ലാസത്തോടുകൂടി സഹവസിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. സാമ്പത്തികമായിട്ട് വളരെ ഗുണമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം ആനന്ദം ലഭിക്കുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിന് ശേഷം 1-2 ദിവസം അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാതാവുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ തറവാട്ടിൽ നിന്നുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാതെ പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില ഈർഷ്യയോ ഒക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം എന്ന് കാണുന്നു. അതുപോലെ തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ, തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥലത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അതുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് മാനസിക വിഷമം അനുഭവിക്കേണ്ട അവസ്ഥയോ ഉണ്ടാകാം. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടും എന്ന് കാണുന്നു. സ്വന്തം കുടുംബത്തിലായാലും മാതാവുമൊത്തുള്ള കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ മാറ്റമുണ്ടാകുന്നു. കാരണവസ്ഥാനത്തുള്ളവരുമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളികളുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ മാറുന്നു. പൊതുവേ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തന വിജയത്തിനും കാരണമാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വ്യാധിയോ അല്ലെങ്കിൽ അസുഖമോ മാനസിക അധൈര്യമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നു. മനസ്സിന് കൂടുതൽ ഊർജ്ജസ്വലതയും ധൈര്യവും കൈവരുന്നു. അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഇടപഴകാൻ സാധിക്കുന്നു. കാൽമുട്ട്, കാൽപാദങ്ങൾ, പ്രത്യേകിച്ച് കൈയുടെ ഈ ആംഗിൾ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ വരാം. അതല്ല മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും അപകട സാധ്യതകൾക്കും ഇട കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും കയറ്റങ്ങൾ കയറുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് നടക്കുമ്പോഴുമൊക്കെ അങ്ങേയറ്റം കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15-ാം തീയതി നല്ല ദിവസമാണ്. പിന്നെ 20-ഉം 21-ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഉണ്ടായിരുന്ന ഈ തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ നല്ല ചുട്ട മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇവരുടെ ഓപ്പണിംഗ് ഡേ, ഈ ആഴ്ചയിലെ ഓപ്പണിംഗ് ഡേ അതൊരു അവധി ദിവസമാണെങ്കിൽ പോലും ഇവർക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇടപഴകാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നു. തങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുത്തുവാക്കുകളോ പരിഹാസങ്ങളോ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവർക്ക് അതിന് തക്കതായ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നതായി കാണാം. അതിന് തക്കവണ്ണമുള്ള ചില കാര്യങ്ങൾ പ്രവർത്തന രംഗത്തോ ഓഫീസിലോ തൊഴിലിടത്തിലോ ഒക്കെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ തങ്ങളുടെ ഭാഗത്തെ മോശപ്പെട്ട അവസ്ഥകൾ ആരാണോ സമ്മാനിച്ചത് അവർ പരാജിതരായി മുന്നിലൂടെ നടക്കുന്നത് കാണാൻ സാധിക്കും. അതുതന്നെ മനസ്സിന് സന്തോഷം നൽകുന്നു. കാരണം
യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചു കാലമായി പറയുന്നു, ഈ ധനുക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ സാന്നിധ്യം കർമ്മസ്ഥലത്തുള്ളതുകൊണ്ട് അപവാദങ്ങൾ കേൾക്കാം, ചെയ്യാത്തത് ചെയ്തു എന്ന് കേൾക്കാം. അങ്ങനെ ആരാണോ പറഞ്ഞു നടക്കുന്നത് അവരുടെ മുമ്പിൽ ഇവർക്ക് കുറച്ച് ഞെളിഞ്ഞ് നടക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഈ ആഴ്ചയിൽ അത് കൂടുതൽ പ്രകടമാകുന്നു. ആഴ്ചയുടെ മധ്യഭാഗം, അതായത് ആദ്യ പകുതിക്ക് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അല്പം ശ്രദ്ധിക്കണം. വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളോ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും മോശാവസ്ഥകളോ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യേണ്ടതായോ വരാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ താമസിക്കുന്ന സ്ഥലത്ത് ചില നെഗറ്റീവ് എനർജി കാണുന്നു, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായി. അതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ താമസിക്കുന്ന സ്ഥലവും ചിലപ്പോൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും അനാരോഗ്യകരമായ പരിസ്ഥിതികൾ ഉണ്ടാകാം. അത് പ്രത്യേകമായി കണ്ടെത്തുകയും അതിന് പരിഹാരം ചെയ്യുകയും വേണം. അതല്ല എങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാകാം. അതുമാത്രമാണ് ആഴ്ചയുടെ ആദ്യ പകുതിയുടെ ആ ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംഭവിക്കുക. ശേഷം ഗുണകരമായിട്ടാണ് കാണുന്നത്. ഭാഗ്യം നിങ്ങൾക്ക് സാമ്പത്തികമായ രൂപത്തിൽ വരുന്നു എന്ന് കാണാം. സാമ്പത്തിക ഭദ്രതയേക്കാൾ ധനുക്കൂറിന് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം തങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ അവർക്ക് ഊഷ്മളത കൈവരുന്നു, കുടുംബ ബന്ധങ്ങളിലും ഗുണം കൈവരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ സ്വൈര്യ മനസ്സോടുകൂടി, സമാധാന മനസ്സോടുകൂടി ഇടപഴകാൻ സാധിക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ അത് സാമ്പത്തികമായ ഇവരുടെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന വിധത്തിൽ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരം എന്ന് വിശേഷിപ്പിക്കാം. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള അവശത ഉണ്ടാകാനുള്ള സാധ്യത ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. അതുപോലെ മനസ്സ് സന്തോഷത്തിൻ്റെ അവസ്ഥയിലാകും, പക്ഷേ അതൊരിക്കലും പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ചൊവ്വയുടെ രാശിയിലാണ് അവസാന ദിവസങ്ങൾ വരുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 നല്ല ദിവസമാണ്, പൊതുവെ ഗുണമുള്ള ദിവസമാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് ഏറ്റവും ദോഷകരമായി നിന്നിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമായി മാറുന്നതായിട്ടാണ് ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ കാണുന്നത്. ശാരീരികമായി ചെറിയ ക്ഷീണമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ അതെല്ലാം തന്നെ മാറി വരുന്നതായിട്ട് കാണാം. മനസ്സിന് സന്തോഷം, ശാരീരികമായ ഉന്മേഷം ഇതെല്ലാം ഉണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ ഇപ്പോൾ കാണാനുള്ളൊരവസരം ഉണ്ടാകുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി ശോഭിക്കാൻ സാധിച്ചതിൻ്റെ റെസ്പോൺസ്, അതിൻ്റെ പ്രതിഫലനം ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നുമൊക്കെ ഇവർക്ക് അറിയാൻ സാധിക്കുന്നതിൻ്റെ മനസ്സന്തോഷവുമുണ്ട്. അതുപോലെ ഇവർ പ്രവർത്തിച്ചിരുന്ന ചില പ്രത്യേക സ്ഥലത്ത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം വിജയിച്ചു എന്നുള്ളതിൻ്റെ ചില ഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ശ്വാസകോശ സംബന്ധമായോ സൈനസൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്കോ ശ്വാസതടസ്സത്തിനൊക്കെ വഴി കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ പ്രത്യേകിച്ചും അലർജി അസുഖങ്ങൾ ഉള്ളവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ പോയി താമസിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ നന്നായി ഇവർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റു പ്രവർത്തനങ്ങൾ ഇവർക്ക് പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഇവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സന്ദർഭങ്ങളുമൊക്കെ ഉണ്ടാകും. ആദ്യ പകുതിക്ക് അടുപ്പിച്ച് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയവും കാണുന്നു. എന്നാൽ ബന്ധുമിത്രാദികളിൽ പ്രത്യേകിച്ചും മാതാവ്, മാതൃകുടുംബം, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ അവരെ ചൊല്ലി മാനസിക വിഷമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. എങ്കിലും പൊതുവെ ഈശ്വരാധീനത്തിൻ്റെ ഒരു അവസരം കാണുന്നു. ഉദര സംബന്ധമായ ഒരു അസുഖമോ പ്രശ്നങ്ങളോ, നേരത്തെ ഞാൻ അലർജിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഉദര സംബന്ധമായ അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അലർജി അസുഖത്തിന് കഴിക്കുന്ന മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശത്രുവിനോട് ഈ നക്ഷത്രക്കാർക്ക്, മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ശത്രുക്കളൊക്കെ ഉണ്ടായി വരുന്നതാണ്. അത്തരം ചില ശത്രുക്കളുടെ ശല്യം ഈയിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഈ ആഴ്ചയിൽ മാത്രമല്ല തുടർന്നുള്ള ഇതിലും കാണും. പക്ഷേ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടായിരിക്കും അത് ചിലപ്പോൾ മാറുന്നത്. ഇവിടെ ആ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ശത്രുവിൻ്റെ ചില ഇടപെടലൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ശക്തി ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ പൊതുവേ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മനസാന്നിധ്യവും സന്തോഷവുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നു.
ഉദരവും ശ്വാസകോശ സംബന്ധം അല്ലെങ്കിൽ സൈനസ് സംബന്ധമായ അസുഖങ്ങളാണ് ഇപ്പോൾ ഇവരെ ചെറിയ തോതിലെങ്കിലും അലട്ടുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 18, 19 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ. ഇവർക്കും ആഴ്ചയുടെ തുടക്ക ദിവസം ചെറിയ ചില വൈമനസ്യങ്ങൾ, ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും ആഗ്രഹിച്ച കാര്യങ്ങൾ അല്പം വൈകിട്ടാണെങ്കിലും സാധിക്കാൻ ഒരു ഗുണമുണ്ടാകുന്ന ഒരവസ്ഥ. അതായത് പ്രതീക്ഷിച്ച ദിവസം കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷിച്ച നിമിഷം കിട്ടിയില്ലെങ്കിലും അതിനുശേഷം കൈവരുന്നതിൻ്റെ ഒരു സന്തോഷം ഇവർക്കുണ്ടാകും. ആദ്യത്തെ നിരാശ മാറി പിന്നീട് അത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലോട്ട് മാറുന്നു എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസങ്ങൾ കാണിച്ചു തരുന്ന സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന ചില പ്രവർത്തനങ്ങളുടെ വിജയം വൈകിയാണെങ്കിലും ഇവർക്കിപ്പോൾ കിട്ടുന്നു. അതുപോലെ സാമ്പത്തിക നേട്ടവും അതനുസരിച്ച് അല്പം താമസിക്കും, എന്നാൽ പോലും അതൊടുവിൽ ഇവരുടെ കയ്യിൽ തന്നെ എത്തും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ കാണുന്നതിനും അവരുമൊത്ത് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ആഴ്ചയുടെ ആദ്യത്തെ പകുതി ഇവരെ സഹായിക്കുന്നു. പ്രത്യേകിച്ചും ആദ്യത്തെ ദിവസത്തിന് ശേഷം സാമ്പത്തികമായ ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, സ്വപ്ന സാക്ഷാത്കാരമായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള വാർത്തകൾ അറിയാനുള്ള അവസരം, ഇതെല്ലാം തന്നെ ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളെ കാണുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ കൂടെ നിൽക്കുന്ന സഹകാരികളെയും ഇവർ മനസ്സിൽ കാണണം. അത്തരം വ്യക്തികളുമൊത്തുള്ള മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല ചില അവസരങ്ങൾ ഇവർക്കിപ്പോൾ കൈവരുന്നു. അത്തരം നിമിഷങ്ങൾ ഇവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അത്തരം അഭിമുഖങ്ങളിൽ ഇവർക്കിപ്പോൾ വിജയിക്കാനും സാധിക്കുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മുഖം, കണ്ണ്, മൂക്ക്, പല്ല്, ചെവി ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അലർജി, അസുഖങ്ങളോ മറ്റു ദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഈ നക്ഷത്രക്കാർ പറയുന്ന ഉദ്ദേശം ആയിരിക്കണമെന്നില്ല കേൾക്കുന്നവരും അത് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നവരും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളതാണ് പ്രധാനം. ശാരീരികമായ അവശത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് ചില മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസത്തിന് ശേഷം പൊതുവേ സാമ്പത്തികമായും പ്രവർത്തന സംബന്ധമായും പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഗുണമാണെങ്കിലും ശാരീരികമായ ചില അവശതകൾ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 20, 21 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ആഴ്ചയുടെ തുടക്കത്തെ ദിവസം, അതായത് ആദ്യ ദിവസം ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് നടക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും വിചാരിച്ച പണം കയ്യിലെത്തുന്നു. 2, അങ്ങനത്തെ വ്യക്തികളെ, തങ്ങൾ കാണണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ ഫോൺ വഴിയായോ അല്ലെങ്കിൽ നേരിട്ടോ ഇവർക്ക് കാണാൻ സാധിക്കുന്നു, ബന്ധപ്പെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഇവർക്ക് വിജയത്തിൻ്റെ ആഴ്ച എന്ന് തന്നെ പറയാം. മാത്രമല്ല ആഴ്ചയുടെ ആദ്യ പകുതി ദിവസങ്ങളും ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളും ഇവർക്ക് ഗുണകരമാണ്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്ന ചില മീറ്റിങ്ങുകൾ, ചില അഭിമുഖങ്ങൾ, ചില സമ്മേളനങ്ങളൊക്കെ ഉണ്ടാകും. അത് ഇവർക്ക് ശാരീരികമായ ഗുണം നൽകുന്നു. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നത്, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്ന വിഷമങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ചില പുതിയ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് ഗുണം നൽകുന്ന ചില പുതിയ പ്രോജക്റ്റുകൾ ഒപ്പുവയ്ക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുതിയ ചില ധാരണകൾ കൈമാറുകയോ ചെയ്യുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഹ്രസ്വ യാത്രകളോ ഇവർ ഇപ്പോൾ നടത്തേണ്ടി വരും. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അതെല്ലാം ഗുണകരമായിട്ടാണ് കാണുന്നത്. തൊട്ടയൽപക്കത്തെ ആൾക്കാരുമായിട്ടോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. നട്ടെല്ലിനോ അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസ്, ഉദരഭാഗം, പ്രത്യേകിച്ചും കീഴ്വയർ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അസിഡിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ രാഹുകേതുക്കൾ ഇവരുടെ ലഗ്നത്തിൽ, അതായത് ശരീരഭാഗത്ത്, ജന്മഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയും സ്കിൻ ഡിസീസ്, ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തികളും ഈ നക്ഷത്രക്കാരും തങ്ങളുടെ ഐഡൻറ്റിറ്റിയെ മറികടക്കുന്ന രീതിയിൽ അപവാദ കഥകളോ മറ്റു പ്രചരണങ്ങളോ
ശത്രുക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വ്യക്തികൾ തന്നെയോ ചിലപ്പോൾ പറഞ്ഞു നടക്കാൻ സാധ്യതയുണ്ട്. അതിന് കാരണം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്നോ എന്താണ് കേൾക്കുന്നതെന്നോ മനസ്സിലാകാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് പറയുന്നതാകാം. അത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏറ്റവും വേണ്ടപ്പെട്ടവരോട് മാത്രം സംസാരിക്കുക. ലൂസ് ടോക്ക് പരമാവധി ഒഴിവാക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15-ാം തീയതി നല്ലതാണ്. 18, 19 ദിവസവും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. എല്ലാവർക്കും ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി, പ്രത്യേകിച്ചും ശനിദോഷമുള്ള നക്ഷത്രക്കാർ വ്രതശുദ്ധിയോടുകൂടി ശനീശ്വര ക്ഷേത്രത്തിലോ ശാസ്താവിൻ്റെ അമ്പലത്തിലോ ദർശനം നടത്തുക. കറുത്ത വസ്ത്രം സമർപ്പിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിന്. അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട ദോഷം കേതുദോഷത്തിൻ്റേതാണ്. അതിന് ഗണപതിയെ പൂജിക്കുക, കറുകമാല അർപ്പിക്കുക. കേതു എപ്പോഴും ഹേതു ഒന്നും കൂടാതെ ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് അഷ്ടമത്തിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതിക സ്ഥാനങ്ങളിലോ നിന്നാൽ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ചില നേട്ടങ്ങളെ തടയും. എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നല്ലൊരു ഓണമാവട്ടെ എല്ലാവർക്കും എന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.